സന്ധ്യയുടെ യാമത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ അങ്ങയുടെ പൊന്നുപാദപീഠത്തിങ്കലായിരിക്കും. കഴിഞ്ഞ 2 രാത്രികാലവും അവിടുത്തെ വചനം ഐശ്വര്യമായി ഞങ്ങളുടെ ഉള്ളത്തോട് ഇടപെട്ടു. നിന്റെ ദാസനെ അതിനായി ഒരുക്കി ബലപ്പെടുത്തി. ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിലും നീ തന്റെ ജനത്തെ, നിന്റെ സഭയെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കുവാൻ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ ഒരുക്കി തരുന്ന വലിയൊരു സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പാടി, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന്? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയെങ്കിൽ അതെ, ആകാശത്തെയും സർവശക്തന്റെ മുഖത്തേക്ക് നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ഇന്ന് സന്ധ്യയുടെ ഞങ്ങൾ കർത്താവേ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നത് പ്രകാശിതരായി തീരും എന്ന് തിരുവചനത്തിൽ വായിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്തപരമായ ശക്തി ഞങ്ങളുടെ മൺകുടാരത്തിൽ അതിശക്തിയോടെ വ്യാപരിക്കുവാൻ, ഇരിക്കുന്നിടം മറന്ന് അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ, ഞങ്ങളുടെ സ്ഥിതികൾക്കൊരു മാറ്റമുണ്ടാകുവാൻ, ശരീരാത്മദേഹികൾ ബലപ്പെടുത്തുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ, അങ്ങയുടെ നാമം ഉയർത്തേണ്ടതുപോലെ ഉയർത്തുവാൻ ഇന്ന് രാത്രി അടിയങ്ങളെ ഒന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. കൂട്ടിക്കൊണ്ടുവന്നൊരു ജനത്തെ അനുഗ്രഹിക്കണം, സഹായിക്കണം, എല്ലാ നന്മകളാലും നിറയ്ക്കണം. യഹോവ ശമ്മയായി, നിസ്സിയായി, റാഫയായി, ഇമ്മാനുവേലായി, പരിപാലകനായി, ആശ്രയമായി, സങ്കേതമായി, കോട്ടയായി, ഉറ്റതുണയായി ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവേ നീ ഞങ്ങളുടെ ബന്ധിയെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. സ്വർഗ്ഗദൂതന്മാരുടെ കാവലിൽ ഞങ്ങളെ മറയ്ക്കണമേ, രക്തകോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കണമേ. ശത്രുവിന്റെ എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും ബന്ധനങ്ങളിലും അവിടുന്ന് വിടിവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, പാടുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകണമേ, പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തണമേ, നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ, കടന്നു വരുവാനുള്ളവരെ തക്ക സമയം കൂട്ടിവരുത്തണമേ. വഴിയിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ ദുർഘടങ്ങളെയും അവർ ദൂരീകരിക്കണമേ. സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ കടന്നു വന്ന് നിങ്ങളുടെ കൃപയിൽ ആശ്രയിച്ച് കാവേരിക്ക് മഹത്വം കരയറ്റുവാൻ നല്ലവരെയും അധികാരപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യകൂടന്തോടും നിന്നെ ഭരിച്ചു നടത്തുന്നു. സർവമഹത്വം അംഗീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണ്. Jesus
Yes, it's all about
നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം തങ്ങളെ തന്നെ ദൈവസ്ഥിതിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കഴിഞ്ഞ 2 രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ഹോളിൽ ഘോഷിപ്പാൻ തന്റെ ഭൃത്തിലേക്ക് കരങ്ങളെടുത്തത് ഇന്ന് രാത്രിയിലും കടന്നു ജനത്തെ ദൈവം സന്ദർശിപ്പാൻ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 2 രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇടപെടുകയും കർത്താവിന്റെ ദാസനെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയും കർത്താവെ ജീവന്റെ വചനം ഞങ്ങളെ അറിയിപ്പാൻ ഈ അന്ത്യനാളിൽ ദൈവജനം ഉണർത്തപ്പെടേണ്ട അവസ്ഥയുടെ മധ്യത്തിൽ കർത്താവെ ആലോചന കേൾപ്പാൻ സ്വർഗം അവിടെ ഇടയാക്കി ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവെ 2 രാത്രി കടന്നു വന്ന് കേട്ടുപോയതായ ദൈവജനം നല്ലൊരു വചനത്തിന്റെ മുൻപിൽ തന്നെത്താൻ ഏൽപ്പിച്ചുകൊണ്ട് ഈ നാളുകൾ കർത്താവേ നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നിന്റെ വരവിനായി ഒരുങ്ങി ജീവിക്കുന്നവരായിരിക്കാനും ദൈവസനയിൽ ഏൽപ്പിക്കപ്പെടുന്നവരുമായിരിക്കാൻ നീ അവിടുത്തെ കൃപ ചെയ്യണമേ. ഇന്ന് രാത്രിയിലും ദൈവമേ നീ കരുണ കാണിക്കണമേ. ഇന്ന് രാത്രി നിന്റെ ദാസനെ നിന്റെ കരുത്തിൽ ഏൽപ്പിക്കുകയാണ്. ക്രൂശിന് മറഞ്ഞു നിന്നുകൊണ്ട് ഇന്ന് വരുന്ന ജനത്തിന് ആവശ്യമായ ദൂത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ അവന് സഹായിക്കണമേ. മാത്രമല്ല കർത്താവേ നിന്റെ വചനം അയത്തെ സൗഖ്യമാക്കുന്നതായാൽ ഇന്ന് രാത്രി വചനം സംസാരിക്കുമ്പോൾ ദൈവിക വിടുതൽ ഇവിടെ നടക്കുവാൻ ഇടയാക്കണമേ. അത്ഭുതങ്ങൾ നടക്കാൻ ഇടയാക്കണമേ. ജനം തന്നെത്താൻ ഏൽപ്പിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവർ വരുന്നെങ്കിൽ കർത്താവേ നിന്നെ രക്ഷിതാവായി സ്വീകരിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് നടത്തുന്ന പ്രിയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോബിൻ മാസ്റ്റർക്കും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജപാസ്റ്റർക്കും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള പ്രിയ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായ എല്ലാവരെയും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് തന്നെ ആ സഭയെ കർത്താവ് നടത്തണമേ. അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പാട്ടുപാടുന്നവരെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ കടന്നു വന്ന ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കർത്താവേ അവിടുത്തെ കുറഞ്ഞ കരത്തിലോട്ട് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ആളുകളുടെ പെരുപ്പത്തിലല്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അടികളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ തോന്നി കേൾക്കണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വീണ്ടും അനുഗ്രഹമായ സന്ധിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 രാത്രികളിലും ഈ യോഗത്തെ അനുഗ്രഹിച്ച വലിയനായ ദൈവം ഈ 3ാമത് രാത്രിയിലും കടശി രാത്രിയിലും അവിടുന്ന് അടികളുടെ മധ്യത്തിൽ കടന്നു വന്നതിനായി നന്ദിയുടെ സ്തോത്രം. തിരുവേദിയുടെ മഹാസാന്നിധ്യം ഈ രാത്രികാലം അടികളെ അനുഗ്രഹിക്കണം. ഈ യോഗങ്ങൾക്ക് എല്ലാ ഒരുക്കങ്ങളും ചെയ്ത നല്ല ദൈവം തന്നെ ഈ രാത്രികാലം കാര്യസ്ഥനും മധ്യസ്ഥനുമായി അവിടുന്ന് നിയന്ത്രിക്കുമാറാകണം, അവിടുന്ന് ഭരിക്കുമാറാകണം, അവിടുന്ന് അവിടുത്തെ ജനത്തെ അവിടുന്ന് ഈ രാത്രി ഉപദേശിക്കുമാറാകണം. പരിശുദ്ധാത്മാവാകുന്ന ശ്രേഷ്ഠ കാര്യസ്ഥൻ ഈ രാത്രികാലം ഈ യോഗത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ചില ഹൃദയങ്ങളെ വാസ്തവമായി സ്പർശിക്കുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ ഈ ദേശം വലിയൊരു ആത്മീയ ഉണർവിന് വേണ്ടി കൊതിച്ചും കാക്ഷിച്ചും പ്രാർത്ഥനയോടും കാത്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളും വലിയ ആത്മീയ ഉണർവുകളായി, വലിയ വിടുതലുകളായി, വലിയ സൗഖ്യങ്ങളായി ഈ ദേശം ഉണരുവാൻ, ആത്മീയമായി ഉണർത്തപ്പെടുവാൻ കർത്താവേ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളിലും നിന്റെ ദാസനിലൂടെ നീ അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം. ഈ രാത്രികാലവും അഭിഷേകം ചെയ്ത ദൂതുമായി നിന്റെ ദാസനെ അവിടുന്ന് ബലത്തോടെ നിർത്തുമാറാകണം. ചില ഹൃദയങ്ങൾ കർത്താവേ വാസ്തവമായി നിന്റെ വചനം ക്രിയ ചെയ്യുവാൻ, അതെ നിന്റെ ദാസന്മാർ വചനം ശുശ്രൂഷിക്കുകയും തന്നെ വചനം കേട്ടവരുടെ മേല് പരിശുദ്ധാത്മാവ് വചനം കേട്ടപ്പോൾ തന്നെ വചനം വഹിച്ച് അവിടുന്ന് സൗഖ്യമാക്കുമെങ്കിൽ, വചനം വിടുതൽ കൊടുത്തുവെങ്കിൽ, വചനം രൂപാന്തരം വരുത്തിയെങ്കിൽ
ഹല്ലേലൂയ. ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്ന വത്സര സഭയ്ക്കായി സ്തോത്രം. പ്രിയരാജൻ ഭാഷനായി സ്തോത്രം ചെയ്തു. റോഡ് ഭാഷക്കായി സ്തോത്രം. ആ സഭയുടെ അതിരുകളെ വളർത്തുമാറാകണം. തമ്പുരാനെ ആ പ്രവർത്തനത്തെ അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. ഈ രാത്രികാലം കടന്നു വന്ന എല്ലാവർക്കും ഒരു വലിയ ആത്മീയ അനുഗ്രഹം നൽകി അടികളെ അനുഗ്രഹിച്ചാട്ടെ. അടികളെ താഴ്ത്തി തിരുപ്പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗ്ഗപിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. വാത്സല്യ സഭ ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചതുപോലെ അവിടെ കൺവെൻഷന്റെ അവസാന രാത്രിയിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയ നിന്റെ മഹാസ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ 2 രാത്രികളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ ദൈവജനത്താലുള്ള അനുഗ്രഹം സന്തോഷം പ്രാപിപ്പാൻ വിടുതൽ പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. യഹോവേ, ഞങ്ങളെ വിലക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കം പ്രാപിക്കുന്ന രാത്രിയായി തീരുവാൻ സ്വർഗ്ഗം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്താലുള്ള വിടുതലും അനുഗ്രഹവും സന്തോഷവും രോഗസൗഖ്യവും സമാധാനം പ്രാപിപ്പാൻ ഇന്ന് രാത്രി ഇവിടെ സഹായിക്കണമേ കർത്താവേ. തന്റെ ദാസനെ അഭിഷേകത്തിന്റെ ദൂതമായി ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുക. നന്ദിയോട് സ്തോത്രം. ബഹുനിശ്ചയത്തോടും അധികാരത്തോടും ഇന്ന് രാത്രി സംസാരിപ്പാൻ ദൈവം പ്രവർത്തനെ അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നടത്തുന്ന കൺവെൻഷൻ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവമക്കൾക്കായി ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കണമേ കർത്താവേ. ഈ അന്ത്യകാലത്ത് അനേകർക്ക് ആശ്വാസമായി വിടുതലായി തിരുവനന്തപുരം സഹായിക്കണം. ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേട്ടുമാറാകണമേ. Praise God. Hallelujah. Praise you, Jesus. എല്ലാവരും അല്പസമയം കരങ്ങളെ കർത്താവിലേക്ക് ഉയർത്തി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. ഈ രാത്രി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. മനുഷ്യരുടെ ലാസ്റ്റ് ദിവസമാണ്. Praise God. Hallelujah. നമ്മുടെ കർത്താവ് രാത്രി ഒരു ദിവസം കൂടി നമുക്ക് കിട്ടി. Hallelujah. രാത്രികാലം കർത്താവിനെ അവിടുത്തെ നാമത്തെ ഉയർത്തുകയാണ്. രാത്രികാലം ഞങ്ങൾ അവിടുത്തെ നാമത്തെ ഉയർത്തുകയാണ് കർത്താവേ. ഞങ്ങൾ അവിടുത്തെ നാമത്തെ ഉയർത്തുകയാണ് കർത്താവേ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രാത്രി ഉയർത്തുകയാണ് കർത്താവേ. എല്ലാവരും അല്പസമയം നിങ്ങൾ 2 കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്പാ, ഞങ്ങൾ ഒന്നുമില്ല പിതാവ്, ഞങ്ങൾ ഒന്നുമില്ല നാഥ. എന്റെ പിതാവെ, അങ്ങയുടെ സ്നേഹമല്ലാതെ, അങ്ങയുടെ കരുണയല്ലാതെ, അങ്ങയുടെ ദയയല്ലാതെ, അങ്ങയുടെ വിശ്വസ്തതയല്ലാതെ കർത്താവേ ഒന്നുമില്ല നാഥ, ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല പിതാവേ, ഒന്നുമില്ല പിതാവേ. ഹല്ലേലൂയ. ഉറവ ശംദല റിദര റിഗദുര റിബദുര ചൂദന പ്രബദന രശംദല അർദുര ഗടക ദിഗസീദല പ്രശംദര റിഖല ഗടക ദിഗദുര രബ ശംദര ദരവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ കാണുന്ന സ്നേഹത്തെ, ക്രൂശിൽ കാണുന്ന ത്യാഗത്തെ ഇത് രാത്രികാലം നമുക്കൊന്ന് സ്മരിക്കാം. ഇത് രാത്രികാലം നമുക്കൊന്ന് ഓർക്കാം. ഓ പങ്ക് കൈകളിൽ നിന്ന്, ആ തിരുഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ, ആ തിരുധരയിൽ നിന്ന് ഹല്ലേലൂയ രക്തം ധാരധാരയായി ഒഴുകുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഓ ഹല്ലേലൂയ. പാപസംബന്ധമായി ക്രൂശിലേറേണ്ടിയ ഞാൻ എന്നെ ക്രൂശിലേറ്റാണ്. എനിക്ക് വേണ്ടി ക്രൂശിലേറിയ ഒരു അരുമനാഥനുണ്ട്. എനിക്ക് വേണ്ടി മരിച്ച ഒരു അരുമനാഥനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു അരുമനാഥനുണ്ട്. മറ്റാരുമല്ല പ്രിയരെ, മറ്റാരുമല്ല. നിന്റെ സുഹൃത്തല്ല, നിന്റെ മാതാവല്ല, നിന്റെ പിതാവല്ല. അവന്റെ പേര് യേശുവത്രേ. ഇത് രാത്രി യേശുവിനെ ഉയർത്തുക, ഇത് രാത്രി യേശുവിനെ ഉയർത്തുക, ഇത് രാത്രി യേശുവിനെ ഉയർത്തുക. ദൈവസ്നേഹം അനുഭവിച്ച എല്ലാ ദൈവമക്കളും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ഓ ജീസസ്. ഒരു പെർഫോമൻസ് അല്ല, ഒരു പെർഫോമൻസ് അല്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അത്യുന്നതന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. Oh
സ്നേഹത്തിന് പകരം കൊടുക്കുവാൻ നമുക്ക് എന്ത് കഴിയും? ഈ സ്നേഹത്തിന് പകരം കൊടുക്കുവാൻ നമുക്ക് എന്ത് കഴിയും? പ്രാവശ്യോട് ചോദിച്ചോട്ടെ, ഈ സ്നേഹത്തിന് പകരം കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും എന്ത് കഴിയും? Praise God. ഒന്നും കഴിയത്തില്ല, ഒന്നും കഴിയത്തില്ല. പക്ഷെ ഒന്നും നമുക്കറിയാം, നമ്മയോട് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. ഹൃദയം തുറന്ന കർത്താവിനെ സ്തുതിക്കുവാൻ പറ്റും. ഹൃദയം തുറന്ന കർത്താവിനെ ആരാധിക്കുവാൻ പറ്റും. ഹൃദയം തുറന്ന ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ നാളിനെ മറന്നുകൊണ്ട് എന്റെ യേശുവിന് കൊടുക്കേണ്ട എല്ലാ മഹത്വവും നാളിന് കൊടുക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ജീസസ്. എല്ലാവരും ദിവസം ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന പഴയ ഗാനം, അത്ഭുതം. യേശുവിൻ നാമം ഈ ഭൂമിയിൽ എങ്ങും ഉയർത്തവൻ മനോഹരമായ ഗാനം പാടി കർത്താവിന്റെ കരങ്ങൾ വെച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. Praise God. ഹല്ലേലൂയ. ഹല്ലേലൂയ.
നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്കൊരു ദിവസം കൊടുക്കുന്നതിനായി സ്തോത്രം കർത്താവേ. യേശുവിന്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്. യേശുവിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. യേശുവിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. ഇന്ന് ഞാനത് തിരിച്ചറിയുന്ന കർത്താവേ, എന്റെ ജീവിതം മുഴുവനുമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനുമായി സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിനെ അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുമ്പോൾ അത് ക്രിയ ചെയ്യുവാനും അത് ഞങ്ങളെ കീറി കുറയുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കാം. സന്തോഷത്തോടെ വീണ്ടും ഈ രാത്രി ഈ ആനുവൽ കൺവെൻഷന്റെ അവസാനത്തെ രാത്രി കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മൾ വിവിധ ഇടങ്ങളിൽ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും അവന്റെ സാന്നിധ്യത്തിൽ വരുവാൻ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I greet one and all in the name of our Lord and Savior Jesus Christ, and I welcome you to the annual convention of the IPC Emmanuel on the last day of our convention. God has been good to us, and God enabled us to worship at different places, and we could experience His presence. I'm very delighted for the servants of God who are with us on stage and on among the audience. Your presence is highly esteemed, and the Lord is honoring us with His presence tonight. ഇന്ന് രാത്രി നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നതും ഓഡിയൻസിന്റെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശത്തിനുള്ള ദൂത് ശക്തമായിട്ട് ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികൾക്കുള്ള ദൂത് ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾക്കുള്ള ദൂത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒരു ദൈവത്തിന്റെ ഒരു പകർച്ച ഈ ദേശത്തിന്റെ മേൽ, അവന്റെ ആത്മാവിന്റെ പകർച്ചയുടെ ദിവസങ്ങളായി ഈ ദിവസങ്ങളിൽ മാറാൻ പോകുന്നു. ഹാലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിച്ചവർ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ മീറ്റിംഗുകളിൽ മീറ്റിംഗ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും ബുദ്ധിമുട്ട്, ഹല്ലേലൂയ, സ്തോത്രം, അനേക ദൈവദാസന്മാർ കടന്നു വന്നാൽ പോലും ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന്റെ ദാസന്മാരുടെ ഹല്ലേലൂയ, സ്തോത്രം ഒന്ന് ശുശ്രൂഷിക്കുവാൻ ഒന്നും ഒരു അവസരം നമുക്ക് ലിമിറ്റഡ് ആണ്, സമയം ലിമിറ്റഡ് ആണ്. എന്നാൽ കർത്താവിന്റെ ദാസന്മാർ ഹല്ലേലൂയ ശുശ്രൂഷയിൽ സഹകരിക്കുന്നതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവിന്റെ ദാസന്മാരോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഒടുവിലത്തെ ദിവസമായതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾക്ക് കടന്നു വന്നവരോടെല്ലാം ഹല്ലേലൂയ ഞങ്ങൾക്ക് നന്ദി അറിയിക്കുന്നുണ്ട്. ഈ ഞങ്ങളെ മാനിച്ചും ഹല്ലേലൂയ കർത്താവിനെ മാനിച്ച് കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുവാൻ സഭയുടെ സെക്രട്ടറിയായ പ്രിയ ബ്രദർ റോയ് ജോർജ് മുമ്പോട്ട് കടന്നു വന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. സന്തോഷത്തോടെ ഒരിക്കൽ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. 2014 IPC ഇമ്മാനുവൽ ചർച്ചിന്റെ കൺവെൻഷൻ എബനേസർ ചർച്ച് കോഡിൽ വെച്ച് നടക്കുവാൻ വലിയ ദൈവം സഹായിച്ചു. കൺവെൻഷന്റെ 3-ാം ദിവസത്തെ സമാന രാത്രിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കടമ വേഗം നിർവഹിച്ചുകൊണ്ടിരുന്നോളാം. സ്തോത്രം. ആദ്യമായി എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ TD ബാബു അവരോടാണ്. 3 ദിവസവും ഇവിടെ ആയിരിക്കുവാനും അദ്ദേഹത്തിന് മാറ്റമില്ലാത്ത വചനം നമ്മളോട് പങ്കുവയ്ക്കുവാനും കർത്താവിന്റെ ദാസൻ നമ്മളോട് പങ്കുവച്ചു. അതിന് അദ്ദേഹം കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. അതിന് എന്റെ വ്യക്തിപരമായ പേരിലും IPC ഇമ്മാനുവൽ ചർച്ചിന്റെ പേരിലും കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി, ഈ 3 ദിവസവും ഞങ്ങൾക്ക് കൺവെൻഷൻ നടത്തുവാനായി ഈ ഹോളും പരിസരവും അവൈലബിൾ ആക്കി തന്ന എബനേസർ ചർച്ച് ബോർഡിനോടും അതിന്റെ ശുശ്രൂഷകൻ പാസ്റ്റർ ബേബി ദാനിയോനോടും ഉള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് സിസ്റ്റം അവൈലബിൾ ആക്കി തന്ന സഭയോടും അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ചെറുപ്പക്കാരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 3 ദിവസവും ട്രാൻസ്ലേഷനിൽ നമ്മളെ സഹായിച്ച കർത്താവിന്റെ ദാസനും
ഞങ്ങളുടെ സഭാ ശുശ്രൂഷകനുമായ പാസ്റ്റർ റോബിൻ മാത്യുവിനെ ഈ സമയത്ത് ഞങ്ങൾ സഭയെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഓടി നടന്ന് അധ്വാനിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസനെ കുടുംബം അനുഗ്രഹിക്കുകയും വരും കാര്യങ്ങൾ അധികം ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. അവസാനമായി ഈ കൺവെൻഷൻ കടന്നതിനെ സംബന്ധിച്ച എല്ലാ ദൈവമക്കളോടും എല്ലാ മീറ്റിംഗ്സും ക്യാൻസലാക്കി പങ്കെടുത്ത സകല ദൈവദാസന്മാരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു. സ്തോത്രം. ഗാനസംഘത്തിന്റെ പേര് എടുത്തു പറയുന്നില്ല. ഇംഗ്ലീഷ് പേരും മലയാളം പേരും ഞങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസികൾ തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് അവരോടുള്ള താങ്ക്സ് എടുത്തു പറയുന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ ചെയ്ത എല്ലാ അധ്വാനത്തിനും അവർ കാണിച്ച സ്നേഹത്തിനുമായി ദൈവം വരും കാലത്ത് ദൈവം അധികം ശക്തീകരിക്കട്ടെ. സ്തോത്രം. ആരുടെയെങ്കിലും പേര് ഇനി വിട്ടു പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ പുറകിൽ ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. പാർക്കിംഗ് ലോട്ടില് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു തന്നു. അവരോടെല്ലാം നന്ദിയുണ്ട്. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ആരോടൊക്കെ നന്ദി പറഞ്ഞാലും സർവശക്തനായ ദൈവം ഈ 3 ദിവസങ്ങളിൽ ശക്തിയോടെ അവൻ്റെ ആത്മാവിൻ്റെ പകർച്ച നമ്മുടെ മേൽ പകർന്നതിനായി ഒന്ന് ചേർന്ന് നമ്മളെല്ലാവരും നന്ദി പറയേണ്ടത്. സെക്രട്ടറി മാത്രമല്ല, ശുശ്രൂഷകൻ മാത്രമല്ല, ജനം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവരുടെ മധ്യത്തിൽ അവന്റെ സാന്നിധ്യം ഇറങ്ങി രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനായ നമ്മുടെ കർത്താവിന് സകല മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ കർത്താവിനോട് സ്തുതി അർപ്പിക്കാം. Glory to God. സ്തോത്രം. Glory to God. എത്ര നമ്മൾ പ്രവർത്തിച്ചാലും ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വൃഥാവാം. ഹല്ലേലൂയ. നട്ടവൻ ഏതുമില്ല, നനച്ചവൻ ഏതുമില്ല, എന്നാൽ ഇതിനകത്ത് വളർത്തുമാറാക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നമ്മുടെ മധ്യത്തിൽ ചലിക്കുന്നു. അവന്റെ കരം ഇന്ന് ചലിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടും. ആ സമയത്ത് സഹോദരന്മാർ മുമ്പോട്ട് വന്ന് സ്തോത്രം ഒരുപാട് എടുക്കുകയും ചെയ്യുന്നതായിരിക്കും. സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു വർഗീസ് പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ആദ്യം കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ ഞാൻ മുമ്പോട്ട് കടന്നു വന്ന് സ്തോത്രം പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. 2 announcements വേഗത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. Pentecostal Church of God Philadelphia invites you for spiritual growth youth convention 2014 featuring Pastor John Johnson, October 10, 11 and 12. Dates from 7 to 9 p.m. Inner Healing Seminar at 2:30 p.m. on Saturday at PCP Auditorium, 7101 Penway Street, Philadelphia, PA 19111. Pastor Charian P. Charian ശുശ്രൂഷിക്കുന്ന South Pentecostal Church of God Philadelphia സ്പിരിച്വൽ ഗ്രോത്ത് എന്ന തീമിൽ ആസ്പദമാക്കിയ ഒരു യൂത്ത് കൺവെൻഷൻ ഉണ്ട്. ഒക്ടോബർ 10, 11, 12 തീയതികളിൽ 7 മുതൽ 9 വരെയും ശനിയാഴ്ച ദിവസം 2:30 മണിക്ക് ഇന്നർ ഹീലിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സെമിനാർ ഉണ്ട്. PCP ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും, 7101 Penway Street. Philadelphia Full Gospel Assembly cordially invites you to attend their annual convention and revival meetings. October 17, 18, 19, 2014, time 6:30 p.m. Main speaker Pastor Tinu George Washington High School, 10175 Basutan Avenue, Philadelphia, PA. Philadelphia Full Gospel Assembly ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആനുവൽ കൺവെൻഷനും റിവൈവൽ മീറ്റിംഗും ആണ്. ഒക്ടോബർ മാസം 17, 18, 19 തീയതികളിൽ 6:30 മണിക്ക് മുഖ്യ പ്രാസംഗികൻ പാസ്റ്റർ ടിനു ജോർജ് വാഷിംഗ്ടൺ ഹൈസ്കൂളിൽ വെച്ചായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി പാസ്റ്റർ ജേക്കബ് വർഗീസ് ബ്രദർ തോമസിനെ സമീപിക്കുക. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു വർഗീസ് മുമ്പോട്ട് കടന്നു വന്ന് സ്തോത്ര വഴിപാടിനും നടക്കുവാൻ പോകുന്ന മീറ്റിങ്ങുകൾക്കും ഇന്ന് രാത്രി നടക്കുന്ന ദൈവവചന ശുശ്രൂഷയും ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കും. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം. സർവശക്തനായ പിതാവിന്റെ പാദത്തിൽ കൂടി വരുവാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ, ഞങ്ങൾ നന്ദി പറയുന്നു. സകല ആരാധനവും സ്തോത്രവും പുകഴ്ചയും അവിടുത്തെ പാദത്തിൽ അർപ്പിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കടന്നോ ദൈവദാസന്മാർ, ദൈവജനം എല്ലാവർക്കും ആശ്രയം. ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് ശക്തിയോടെ അവിടുത്തെ വചനത്തിൽ ഘോഷിക്കണം. ഞങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കാതുകളും ഹൃദയങ്ങളും തുറന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തേണ്ടതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര വഴിപാടിനെ അനുഗ്രഹിക്കണം. അതിലേക്ക് കരം നീട്ടി എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് അങ്ങ് വിശാലത വരുത്തി ആദരിക്കുകയും ചെയ്യണം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നല്ല നാമത്തിൽ തന്നെ.
ഹല്ലേലൂയ. പാട്ട് പാടിയവർ ഈ പാട്ട് എഴുതിയ ആളുടെ കൊച്ചുമക്കളാണ് പാടിയത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. രാത്രി ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദാസൻ വചന ശുശ്രൂഷയ്ക്ക് മുമ്പാകെ കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിലെ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ചു. 30-ൽ പരം വർഷമായി കർത്താവിന്റെ സുവിശേഷവുമായി പലയിടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ഈ വർഷം 2014 PC നാക്കിന്റെ മുഖ്യ പ്രാസംഗികന്മാരിൽ ഒരാളും IPC ഫാമിലി കോൺഫറൻസിലെ മുഖ്യ പ്രാസംഗികന്മാരിൽ ഒരാളുമായ കർത്താവിന്റെ ദാസനാണ് ഇന്ന് രാത്രി നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത്. എറണാകുളത്തിന് സമീപത്ത് അരൂർ എന്ന സ്ഥലത്താണ് കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ ചെയ്യുന്നത്. A man of God tonight, ministering from the word of God, has been ministering in the vineyard of the Lord for 30+ years. He has been speaking in different countries, in different meetings, especially notably for the PC NAC. He was one of the main speakers, as well as for the IPC family conference. He was of the main speaker. He resides in a place close to Ernakulam, and tonight it's our privilege to welcome the man of God for ministering to us the word of God, Pastor T.D. Babu. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. May the name of God be glorified. സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും സ്നേഹസമ്പന്നരായ ദൈവമക്കൾക്കും മനോഹരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിന് ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സന്ധ്യ വന്ദനം. I extend my evening greetings to the men of God who are on stage and among the audience, and to all the beloved brothers and sisters and the ministers who ministered in music. I extend my greetings. IPC ഇമ്മാനുവൽ സഭയുടെ ആനുവൽ കൺവെൻഷനിൽ എന്നെ ക്ഷണിക്കുകയും ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കുകയും ചെയ്ത പാസ്റ്റർ റോബിയോടും തൻ്റെ ശുശ്രൂഷിക്കുന്ന സഭയോടും എനിക്കുള്ള ഹൃദയംഗമായ നന്ദിയെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. I extend my greetings to Pastor Robbie Matthew and the church for inviting me for this convention. ഈ കൺവെൻഷന് ഞാൻ ഈ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നപ്പോൾ എന്നെ വീട്ടിൽ താമസിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്തത് എൻ്റെ സഹോദരൻ പാസ്റ്റർ സാബു വർഗീസാണ്. പാസ്റ്റർ റോബിയുമായിട്ടുള്ള ആത്മാർത്ഥമായ സഹകരണത്തിൻ്റെ പേരിലാണ് അങ്ങനെ താമസ സൗകര്യവും മറ്റും ക്രമീകരിച്ചത്. പാസ്റ്റർ സാബു വർഗീസിനെയും കുടുംബത്തെയും നന്ദിയോടെ ഞാൻ ഈ രാത്രി ഓർക്കുന്നു. When I came to the city to minister from the word of God, I was hosted in the house of the man of God, Pastor Sabu Varghese and his family, and that happened due to the ministerial relationship with Pastor Robbie and Pastor Sabu. I extend my thanks to Pastor Sabu. കഴിഞ്ഞ 2 രാത്രികളിൽ ദൈവവചനത്തിലൂടെ ദൈവശബ്ദം കേട്ട സകല ദൈവമക്കളും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുവാൻ ഓർമ്മിക്കുക. For the last 2 nights we have been hearing from the word of God, and tonight also I ask everyone to be in a prayerful attitude to hear from the word of God. ഇന്ന് രാത്രി ഈ കാലഘട്ടത്തിൻ്റെ ഒരു സന്ദേശമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം തന്നിട്ടുള്ളത്. What I would like to share tonight and what the Holy Spirit is laying a burden within me to speak tonight is a message as we approach to our end times. കഴിഞ്ഞ 2 രാത്രികളിലും വിവിധ വിടുതലുകളെ സംബന്ധിക്കുന്ന സന്ദേശമാണ് നാം ശ്രവിച്ചത്. Last 2 nights we were focusing on the different types of deliverance. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ യോഗങ്ങളുടെ സമാപന രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രത്യാശയെ ഒന്ന് പുതുക്കാനും കർത്താവിൻ്റെ വരവിനായി ഒന്നുകൂടെ ഒരുങ്ങാനും അവശ്യം നാം അറിഞ്ഞിരിക്കേണ്ടുന്ന
അടിയന്തര പ്രാധാന്യമുള്ള ചില ചിന്തകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. Tonight, as we come to a closure of this meeting, and I would like to share about some things that we really and importantly need to know and understand according to the hope that we have in Christ. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊരിന്ത്യ ലേഖനം 2 അതിന്റെ 11-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 2 Corinthians chapter 11 from verses 1 to 4. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളായിരുന്നു, അതിൽ നിങ്ങൾ എന്നെ പുറത്തുകൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം. ഒരു വാക്കോടെ നമുക്ക് പ്രാർത്ഥിക്കാം. Shall we pray one word again? എല്ലാ ദൈവമക്കളും ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുവാൻ ഓർമ്മിക്കുന്നു. I request your participation in this prayer. ഞാൻ പല ദൈവമക്കളെയും ശ്രദ്ധിക്കുമ്പോൾ പരിധിയിൽ കവിഞ്ഞ ഒരു നിശബ്ദത പലർക്കുമുണ്ട്. ഇത്രയും നിശബ്ദത നമ്മുടെ യോഗത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യ കാണുവാൻ സാവകാശം നൽകിയ ദൈവത്തിന് അതരം തുറന്ന് ഒരല്പനേരം എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Silence is not a custom for us. The one who gave breath of life to come to and worship. Yes. Amen. ഓ നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയരെ, നന്ദി ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് മഹത്വം കൊടുക്കാതിരിക്കുന്നത് മരണകരമായ കുറ്റമാണെന്നാണ്. We read in the word of God that if we do not claim glory, it is as equal as having a death penalty. ഹെരോദാവ് യഹോവയ്ക്ക് മഹത്വം കൊടുക്കായികയാൽ ക്രിമിക്കിരയായി മരിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. See, Herod did not give glory to God and he became dead and a victim to worms. മഹത്വം കൊടുക്കാതിരിക്കുന്നത് മരണകരമായ കുറ്റമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന സകല ദൈവമക്കളും മനസ്സ് തുറന്ന് അതരം തുറന്ന് ശബ്ദം ഉയർത്തി ഒരല്പനേരം ഈ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. If not, glory to God is equal to a death penalty. Everybody sitting in this place tonight, give him some glory, give him some honor tonight. Hallelujah. ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം ആത്മാവിൽ അനുഭവിക്കുന്ന ആത്മീയർ ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ അധരങ്ങൾ ചലിക്കട്ടെ. അല്പനേരം ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. Hallelujah. Experience that spiritual man in this place. Can you give him some praise and open your mouth and glorify him? പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. Loving Father, we honor you. അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈ വിലയേറിയ പദവിക്കായി സ്തോത്രം. By your Son we got the greatest privilege in life. ക്ഷയവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത അവകാശത്തിനായി ഞങ്ങൾ വീണ്ടും ജനിപ്പിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. We thank you for giving us that born again experience one more time in our life. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. We come into your presence one more time. തിരുവെഴുത്തുകളെ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ. Reveal to us the scriptures. ഈ തലമുറയിൽ ഞങ്ങൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ആലോചനകൾ ഞങ്ങൾക്ക് നൽകണമേ. What we need to know in this time period, enable us to know your will. കർത്താവേ, സഭ അങ്ങയുടെ വകയാണ്. Lord, the church is yours. അങ്ങ് സഭയുടെ ശിരസാണ്. Lord, you are the head of the church. ശിരസ് കൂടാതെ ഒരു ശരീരത്തിന് നിലനിൽപ്പില്ല. Without the head there is no life in the body. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അതിശക്തമായ ഇടപെടൽ ഇതിനകത്ത് അയക്കണമേ. Then Lord, put your move of your hand in our midst. ഞങ്ങൾ ക്രൂശിൽ മറയട്ടെ. Cover us under the cross. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus.
പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. The prayer shall we be in the presence of God. പരമാവധി ദൈവവചന ശുശ്രൂഷയ്ക്ക് ഈ യോഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ സംഘാടകർ സമയം കരുതി കണ്ടെത്തി അനുവദിച്ചു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. I thank for the brothers who organized the meeting to give the maximum time to speak from the word of God. വിശേഷിച്ച് ഇത്രയും ചുരുക്കി നന്ദി പറഞ്ഞതിന് സഭയുടെ സെക്രട്ടറിക്ക് എന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. I thank the secretary for making the word of thanks very short. കാരണം ഞാൻ പോയ ചില യോഗങ്ങളിൽ പങ്കെടുത്ത ചില യോഗങ്ങളിൽ ഒരു പ്രസംഗകന് വേണ്ട സമയമാണ് നന്ദി പറയാൻ ഒരാൾ എടുത്തത്. In some meetings I go, usually people take word of thanks. The time span has a message time span. നമ്മുടെ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എന്റെയും വ്യക്തിപരമായ അഭിപ്രായം. My personal opinion is also that our brothers need to pay attention in these matters. ഈ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത അടിയന്തര പ്രാധാന്യമുള്ള ഒരു നല്ല യോഗത്തിൽ അടുത്ത വർഷത്തെ ഭാരവാഹികളെ എല്ലാം എടുത്ത് സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തി അവരുടെ എല്ലാം പേര് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി 20 മിനിറ്റാണ് അതിനെടുത്തത്. In a very important meeting I saw that office bearers of next year's meeting, they were all brought to the stage and introduced for them, and they took about 20 minutes to do that. ഈ വർഷത്തെ ഭാരം മുഴുവൻ വഹിച്ച ഭാരവാഹികളും അടുത്ത വർഷത്തെ ഭാരം മുഴുവൻ വഹിക്കാനിരിക്കുന്ന ഭാരവാഹികളും എല്ലാം കൂടെ ഒരു വലിയ ഭാരമായിരുന്നു സ്റ്റേജ് നിറച്ചത്. So this year's leadership and the next upcoming leadership all together when they came, they all were a big load on the stage itself. ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള സ്ഥലത്ത് കാണിക്കുന്ന ഇങ്ങനത്തെ പ്രവണതകൾ അതൊന്നും അന്തസ്സിന് ചേരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. I do not agree when you need to give glory to God, taking the time and raising the name of man is not suitable for us. അത് ഗോപി പിണങ്ങൊന്നും ചെയ്യരുത്. ഈ 3 ദിവസവും എന്നെ പരിചയപ്പെടുത്തിയതിൽ എനിക്കൊരു അല്പം മാനസിക ബുദ്ധിമുട്ടില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. The way I was introduced, I didn't feel fine about it. ഓരോരുത്തരെ കുറിച്ച് അങ്ങോട്ട് പരിചയപ്പെടുത്താൻ തന്നെ അത് പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. To introduce some people, there is so much list written in a paper. കർത്താവിന്റെ ദാസൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. The man of God whom we think is not what we consider. അദ്ദേഹം വളരെ തിരക്കുള്ള മനുഷ്യനാണ്. He is a very busy man. തറയെ നിൽക്കാൻ നേരമില്ല. He has no time to stand on the floor. പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് അദ്ദേഹം വന്നേ ഉള്ളൂ. And because we called, he had no other option to come. ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കാണും. There are people who would love to hear that. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമല്ല. But everybody does not like that. കാരണം നമ്മൾ ഉയർത്തേണ്ടത് കർത്തൃദാസനെ അല്ല, നമ്മൾ ഉയർത്തേണ്ടത് കർത്താവിനെ. We do not need to raise the man of God, but God. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിനകത്ത് മഹത്വപ്പെടട്ടെ. So let the name of God be glorified. മഹത്വം മനുഷ്യർക്കല്ല പ്രിയരെ, മഹത്വം മനുഷ്യപുത്രനാണ്. Glory is not to man but to the Son of Man. ഒരിക്കൽ കൂടെ നമുക്കെല്ലാം ക്രൂശിലൊന്ന് മറഞ്ഞിട്ട് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്ന കർത്താവിന് മനസ്സ് തുറന്നൊന്ന് മഹത്വപ്പെടുത്താട്ടെ. Shall we all hide in the cross and give glory that is due unto the Lord? Hallelujah! Hallelujah! Praise the Lord. Praise the Lord. വളരെ ഗൗരവമായി നാം കാണേണ്ട ഒരു പുതിയ നിയമഭാഗമാണ് ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. We have chosen a text that is very important in the light of New Testament. പൗലോസ് ആശ്ചര്യപ്പെടുന്നത് എന്താണ്? What is Paul being astonished about? പൗലോസ് ഭയപ്പെടുന്നത് എന്താണ്? What is Paul being fearful about? എന്തോ ഒന്നിനെ പൗലോസ് ഭയപ്പെടുന്നു. Something Paul is fearful about. എന്തോ ഒന്നിനെ കുറിച്ച് പൗലോസ് ആശ്ചര്യപ്പെടുന്നു. He is astonished with some factor that Paul sees. എന്താണ് പൗലോസ് ആശ്ചര്യപ്പെടുന്നത്?
What is he looking at this and he is marveling about? എന്താണ് പൗലോസ് ഭയപ്പെടുന്നത്? What is he fearing about? തൊട്ടുമുകളിലത്തെ വാക്യങ്ങളിൽ ആ ഭാഗം നമുക്ക് കണ്ടെത്താൻ കഴിയും. We can see in the verse above. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. I have chosen Christ as the bride to get in. I have chosen you as the bride of Christ. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു നിർമ്മല കന്യകയെ കുറിച്ച് പറഞ്ഞാണ് പൗലോസ് തുടങ്ങുന്നത്. Paul starts with saying he has chosen a virgin. ഒരു നിർമ്മല കന്യക. A virgin. ആ പദത്തിന് മഹത്വം കൂടുതലുണ്ട്, ശ്രദ്ധിക്കണം. There is much glory in that verse. കന്യക എന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, നിർമ്മല കന്യക. He says pure virgin. നിശ്ചയം കഴിഞ്ഞ നിർമ്മല കന്യക. And he says it has been espoused. അടുത്ത പദം ഇങ്ങനെയാണ്. And the next word says, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ, as the serpent beguiled Eve, നിങ്ങളുടെ മനസ്സ്, your minds, എന്ന് പറഞ്ഞാൽ കന്യകയുടെ മനസ്സ്. that means the virgin's mind, നിർമ്മല കന്യകയുടെ മനസ്സ്, that means the pure virgin's mind, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും towards Christ in its mind, അഥവാ നിശ്ചയം കഴിഞ്ഞ മണവാളനോടുള്ള ഏകാഗ്രതയും, after setting the arrangement of the marriage with the bridegroom, നിർമ്മലതയും വിട്ട്, after leaving the purity. അപ്പോൾ കന്യക നിർമ്മല കന്യക എന്നാണ് ആദ്യം പരിചയപ്പെടുത്തിയത്. First she is introduced as the pure virgin. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്നത് നിർമ്മല കന്യക, നിർമ്മലത വിട്ട്. It's here it says this pure virgin leaving its purity വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. would be corrupt. I am fearful about that. ഇതാണ് പൗലോസ് ഭയപ്പെടുന്ന കാര്യം. This is what Paul is fearing about. എനിക്കിന്ന് രാത്രി ഈ പട്ടണത്തിൽ പാർത്ത് കർത്താവിനെ സേവിക്കുന്ന, കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരോട് ഈ വചനം പങ്കുവയ്ക്കുവാൻ ആത്മാവിൽ അതിയായ ദാഹമുണ്ട്. I have great thirst within me for the saints of God living in the city to share the great message that the Lord has laid in my heart. നിർമ്മല കന്യകയായ ദൈവസഭ, The church being the pure virgin, മണവാളനായ ക്രിസ്തുവിനോടുള്ള towards the bridegroom Christ, നിർമ്മലത വിട്ട്, if it leaves its purity, വഷളായി പോകുമോ എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്. and it becomes corrupt. Paul is being fearing about that. ഇനി പൗലോസ് ആശ്ചര്യപ്പെടുന്നത് എന്താ? What is he marveling about? പൗലോസ് ആശ്ചര്യപ്പെടുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. We have to pay much attention. എന്ന് പറഞ്ഞാൽ ഈ നിർമ്മല കന്യകയെ വഷളാക്കുന്ന വിഷയങ്ങളിലാണ് പൗലോസ് ആശ്ചര്യപ്പെടുന്നത്. Paul is marveling about the things. What would be the things that is corrupting this bride? പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരുത്തൻ വന്ന്, if one person comes, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ പ്രസംഗിക്കുകയോ, if he comes and preaches a Jesus that we did not preach, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും, and if you are receiving another spirit, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും, or another gospel which you might have not accepted, ലഭിക്കുകയോ ചെയ്യുമ്പോൾ, if you receive that, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. he might well bear with him. എന്ന് പറഞ്ഞാൽ കന്യകയെ വഷളാക്കുന്ന
വേറൊരു യേശു ഇറങ്ങിയിട്ടുണ്ട്. That means corrupting the virgin in the name of another Jesus has been manifested. നിർമ്മല കന്യകയെ വഷളാക്കുന്ന വേറൊരാത്മാവ് വന്നിട്ടുണ്ട്. There is another spirit that comes and corrupts the bride. നിർമ്മല കന്യകയെ വഷളാക്കുന്ന വേറൊരു സുവിശേഷം വന്നിട്ടുണ്ട്. There is another gospel that comes to corrupt the bride. ഈ വേറൊരു യേശു ഇറങ്ങിയിട്ടും This other Jesus that came, വേറൊരാത്മാവ് വന്നിട്ടും and then another spirit that has come, വേറൊരു സുവിശേഷം പ്രചരിപ്പിക്കപ്പെട്ടിട്ടും and another gospel has been preached also. നിങ്ങൾ അനങ്ങാതിരിക്കുന്നത്, നിങ്ങൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആശ്ചര്യമെന്നാണ് പൗലോസ് പറഞ്ഞത്. Hearing all this, how would you adjust and bear with this when you hear about these kind of things? ഈ അധ്യായം നാം പഠിക്കുമ്പോൾ When we study about these chapters, യേശുവിനെ ഇവിടെ ആത്മമണവാളനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. here Jesus is pictured as the spiritual bridegroom. യേശുവിന് വിവിധ നിലകളിലുള്ള ഉപമാന പ്രയോഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. In the Bible there are many titles and descriptions about Jesus. യേശുവിനെ മുള എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നുണ്ട്. The prophet calls it as a shoot that comes out. കൈ തൊടാത്ത കല്ലെന്ന് പരാമർശിച്ചിട്ടുണ്ട്. It says a stone that has not been touched by any hand. മൂലക്കല്ലെന്നും വാതിലെന്നും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. Even called as cornerstone and a door. അപ്പമെന്നും മുന്തിരിവള്ളി എന്നും പറഞ്ഞിട്ടുണ്ട്. It was all, he's been called also as the bread and the wine. എന്നാൽ ഇവിടെ യേശുവിനെ മണവാളൻ എന്നുള്ള നിലയിലാണ്, നിശ്ചയം കഴിഞ്ഞ മണവാളൻ എന്നുള്ള നിലയിലാണ് പൗലോസ് പരിചയപ്പെടുത്തുന്നത്. But here Paul is introducing himself, Jesus, as the bridegroom who has been proposed. സഭയെ ആടുകളോട് ഉപമിച്ചിട്ടുണ്ട്. And for church, they are represented as sheep. കെട്ടിടത്തോട് ഉപമിച്ചിട്ടുണ്ട്. Is also resembled as a building. സഭ ശരീരമാണെന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. It is also mentioned that the church is the body. സഭ മുന്തിരിവള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. It is also mentioned കൊമ്പുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. said as the branches. അപ്പൊ സഭയെ സംബന്ധിക്കുന്ന ഉപമാന പ്രയോഗങ്ങളും നിരവധി അനവധി തിരുവെഴുത്തിലുണ്ട്. In the Bible itself, resembling the church, there are many descriptive ways where the church is being revealed. എന്നാൽ ഈ വാക്യങ്ങളിൽ പൗലോസ് സഭയെ നിർമ്മല കന്യകയായി ചിത്രീകരിക്കുന്നു. But here in this particular verse, here Paul is resembling it as the pure virgin bride. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നമ്മുടെ അപരനാമമാണ് നിർമ്മല കന്യക എന്ന പദം. Everybody who has been born again can boldly say that I have another name known to be known as the pure virgin bride. ആത്മമണവാളനായ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഇതിനകത്തിരിക്കുന്ന നിർമ്മല കന്യകയെ ഓർത്ത്, ദൈവസഭയെ ഓർത്ത് അഭിമാനത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. After having been proposed to the spiritual bridegroom, we sitting as the pure virgin bride that has been proposed the church, we can truly and boldly give him a praise. അനധിവിദൂര ഭാവിയിൽ നിശ്ചയം കഴിഞ്ഞ മണവാളൻ മടങ്ങി വരും. Soon and very soon at the due time, our spiritual bridegroom will come. മണവാളൻ വരുന്നത് കന്യകയെ ചേർക്കാനല്ല, നിർമ്മല കന്യകയെ ചേർക്കാനാണ്. The bridegroom is not coming to get the virgin, but coming to get the pure virgin bride. ഇന്ന് രാത്രിയിലത്തെ വചന കേൾവി ഈ ആത്മമണവാളന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതാവട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്ന ശുശ്രൂഷയാ ഈ തലമുറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളും ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടെ ഈ വചനത്തിന് മുമ്പിലായിരിക്കണം. Let tonight be a night where the Holy Spirit would transform us and make us ready, prepare us to accept that bridegroom in these days.
എനിക്ക് സഭയെ സംബന്ധിച്ച് ഈ പ്രയോഗം വളരെ ഇഷ്ടമാണ്. I love the terminology that we use for church here. സഭ സംഘടനയല്ല. Church is not a denomination. സഭ നിർമ്മല കന്യകയാണ്. Church is the pure bride. കന്യക എങ്ങനെയാണ് സംഘടനയാകുന്നത്? How would a virgin become a denomination? ഒരു കന്യക സംഘടനയായെന്ന് പറഞ്ഞാൽ പിടിവിട്ടെന്ന് അതിന്റെ അർത്ഥം. If a virgin becomes a denomination, means things are out of hand. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയുക, ആത്മമണവാളനായ ക്രിസ്തുവിന് ഭൂമിയിൽ സംഘടനയില്ല, സഭയുണ്ട്. For the spiritual bridegroom, there is no denomination for him on the earth, but for him is a church. കാൽവറിയിൽ ജീവൻ വെടിഞ്ഞ എന്റെ കർത്താവ് ഒരു സംഘടനയും ഭൂമിയിൽ തുടങ്ങിയിട്ടില്ല. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് തിരുസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചെന്ന് തിരുവചനത്തിൽ തെളിവുണ്ട്. ആ സഭ ഇന്നും ഭൂമിയിലുണ്ട്. Let me tell you, of Calvary, my God, Jesus gave his life and he did not start any denominational church, but on the day of Pentecost, the Spirit came and the first church was inaugurated, and that church is still in existence. ദൈവവചനം കേൾക്കുമ്പോൾ ചിലർക്ക് ആവേശമില്ല. When people hear the true word of God, they are not excited. പക്ഷെ നിൽക്കുന്ന സംഘടനയെ കുറിച്ച് പറയുമ്പോൾ അസാധ്യ ആവേശമാണ്. But if you talk about the denomination that they are staying in, oh, they have a great excitement. ഞാനും ഒരു സംഘടനയിൽ നിൽക്കുന്ന ഉപദേശിയാണ്. I am also a minister of a denomination. നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. Only because I have no other choice I stay. ഇതൊന്നും ദൈവം തുടങ്ങിയതാണെന്ന് വിശ്വസിക്കുന്ന ഉപദേശിയല്ല ഞാൻ. I do not believe that these are being started by God either. സഭ തുടങ്ങിയത് ദൈവമാണ്, സംഘടന തുടങ്ങിയത് ദൈവദാസന്മാരാണ്. Church was instituted by Jesus, but the denomination was instituted by man of God. അഥവാ സംഘടന വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ സഭ ഒന്നേ ഉള്ളെങ്കിൽ സംഘടനയും ഒന്നേ ആകാം. If you are very adamant that you need a denomination, understand that church only one, then only one denomination. നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ചെറിയ മൂലമെങ്കിലും വേണം. What we say and what we do should have at least a small similarity. ദൈവത്തിന് ഒരു സഭയുള്ളെങ്കിൽ ഈ സഭയുടെ പേരിൽ എന്തിനാണ് ഈ ഒരുപാട് സംഘടന? Now, if God and Jesus has only one church, why in the name of Jesus do we have many denominations? സംഘടന സ്പിരിറ്റൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പോരാട്ടം ഉണ്ടാകുന്ന ഒരു മെസ്സേജ്. If the people who have great desire and liking to denomination, for them this is not a message. കർത്താവ് വരുന്നെന്ന് പറഞ്ഞാൽ പോലും ഒരു ആവേശമില്ല. Even if you say Jesus is coming, they are not excited at all. തൃശൂർ മണ്ണുത്തിയിലെ യൂത്ത് ക്യാമ്പ് കഴിഞ്ഞപ്പോ ഞാൻ യങ്സ്റ്റേഴ്സുമായി സംസാരിച്ചു. In Thrissur, in a youth camp, after the camp, I was talking to the youngsters. അപ്പൊ ഒരു യൗവനക്കാരൻ എന്നോട് പറഞ്ഞത്, A young person told me like this. പാസ്റ്ററെ കർത്താവ് വരണ്ടേ? He said, Pastor, let Christ come. കർത്താവ് വന്നല്ലേ നോക്കൂ. The Lord has to come. കർത്താവ് വരും. He will come. പക്ഷെ പെട്ടെന്നും മറ്റും വരികയെന്നൊക്കെ നിങ്ങൾ പ്രസംഗിച്ചാൽ, But if you are going to preach that he is going to come very soon, ഞങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. we have great dreams, young people like us. ഇതാ വരുമോ? This is the group. ഇത് ഞാൻ ആ പയ്യനെ കുറ്റം പറയത്തില്ല. ഇത് നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഈ വന്നാട്ടെ വന്നല്ലേ പറ്റൂ, പക്ഷെ അത് പെട്ടെന്നും മറ്റും വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് പുതിയ സംഘടനയുടെ രജിസ്ട്രേഷനുള്ള വർക്ക് നടക്കുന്നേ ഉള്ളൂ. We preach about his coming quick and everything. But we say, let it be staying there. If we start something, we have started already something, so let him take some time. സംഘടനയുടെ പേരിൽ ലെറ്റർ പാഡ് അടിച്ച് ദൈവസഭയെ സംഘടനയുടെ ഫ്രെയിമിനകത്ത് തളച്ച് പണം സമ്പാദിച്ച സകല എണ്ണത്തിനെയും ന്യായം വിധിക്കുന്ന ദിവസം വരാൻ പോകുന്നു. In the name of denomination, producing and collecting money in the name of church on the day of judgment, everyone needs to give an account. എന്റെ വിശ്വാസം ഞാൻ പറയുകയാണ്, എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്. What I believe, ദൈവം ഒരുവൻ, God is one, ആത്മാവ് ഒരുവൻ,
Spirit is one. സ്നാനം ഒന്ന്, One baptism. സഭ ഒന്ന്, Church one. സംഘടന 430. And denomination 430. എന്തുകൊണ്ട് ഇത് ആത്മീയമാണോ ഇല്ലയോ ആദ്യം നമ്മളൊന്ന് തിരിച്ചറിയണം. First, we need not know is the spiritual. ഒരു സംഘടനയെ ഉള്ളെങ്കിൽ പ്രസിഡന്റ് ആകാൻ ഒരാൾക്കേ പറ്റൂ. If there is only one denomination, only one person can become the president. പക്ഷെ ഉടുപ്പിന് തുണി എടുത്ത് വെച്ചേക്കല്ലേ. But we are already have made things ready to become. കാരണം ആകെ 10 പേരെ ഒരു സഭയിലുള്ളൂ, വിശ്വാസികളില്ല. There is only 10 people in a church and nobody has a title called believer. പ്രസിഡന്റ് ആയിട്ട് ഒരാള്, One person is a president. പിന്നെ ചീഫ് പാസ്റ്റർ ആയിട്ട് വേറൊരാള്, Then another person is a chief pastor. പിന്നെ രക്ഷാധികാരി പാസ്റ്റർ ആയിട്ട് മറ്റൊരാൾ. Then another person is the person who's like a senior pastor. സെക്രട്ടറി 2, 2 secretaries. ജോയിന്റ് സെക്രട്ടറി 3, 3 joint secretaries. ട്രഷററും അസിസ്റ്റന്റ് ട്രഷററും. Treasurer and an assistant treasurer. അവ എല്ലാവരും കൂടെ 10 പേരായി. Then total is 10 people already. നമ്മൾ ചില സഭയിൽ ചെന്ന സഭാംഗങ്ങളായിട്ട് അവിടെ ആരുമില്ല, മുഴുവൻ എക്സിക്യൂട്ടീവ്സ് അവിടെ ഇരിക്കുന്നു. When we go to certain churches, there are no believers. Everybody sitting there are executive members. ചങ്കിലെ ചോര കൊടുത്ത് എന്റെ കർത്താവ് സമ്പാദിച്ച സഭയ്ക്കകത്ത് ആത്മീയമല്ലാത്തതും വേദപുസ്തക വിരുദ്ധവുമായ പ്രവണതകളെ പ്രോത്സാഹിപ്പിച്ച് ദൈവസഭയുടെ മുഖച്ഛായയെ വികൃതമാക്കുന്ന അനാത്മിക പ്രവണതയ്ക്ക് ആമേൻ പറയാൻ ഒരു വിശുദ്ധനാകില്ല. Things that are not biblical and against the word of God and accepting those, it is not right for a spiritual person to say amen to those things. Praise the Lord. Praise the Lord. ഒന്നിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ, അഥവാ ഐക്യമായി നിൽക്കാൻ കഴിയുമെങ്കിൽ എത്ര പ്രസിഡന്റുമാർ വേണം നമുക്ക് ഈ സഭയ്ക്കെല്ലാം കൂടി? If we could stay united, how many presidents would we have for all these churches? ഒന്നിച്ച് നിൽക്കത്തില്ലല്ലോ. We won't stay united, right? സഭയ്ക്കകത്ത് തന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചേക്കോ. Inside the church itself, something called division. എന്റെ ചോദ്യം, ഇതിന് പുസ്തകത്തിൽ എവിടെയാണ് തെളിവ്? My question is, can you give me an evidence from this book? ദൈവജനത്തെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ തരംതിരിച്ച് അതിന്റെ പേരിൽ സെന്ററുകൾ ഉണ്ടാക്കി വർഗീയത വളർത്തുന്ന ഇന്നത്തെ അനാത്മീയ പ്രവണതകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുന്നു പ്രിയരേ? ഇന്ന് രാത്രി ദൈവജനത്തെ വിഭജിച്ച് നിർത്തി സഭയെ തകർക്കാൻ വ്യാപരിക്കുന്ന പാതാള ഗോപുരത്തിന്റെ മേൽ ജയം പ്രഖ്യാപിക്കാൻ കൃപ ലഭിച്ച ആത്മീയ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ പട്ടണത്തിൽ എഴുന്നേക്കണം. In the name of church, how could you distinguish people groups according to the state and form different groups? A true spiritual person should not stand against us in the city. നമുക്ക് ആത്മീയതയ്ക്ക് ഒരു കുറവില്ല. We have no lack of spirituality. പത്രോസിനോടൊക്കെ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാല് പത്രോസിന് പോകാൻ നടത്തിയിട്ടില്ല. If you ask Peter to go to the house of Cornelius, he will say that I'm not getting a guidance about it. പത്രോസ് മരിച്ചവരെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര ശുശ്രൂഷ. Peter can raise the people from dead. Great ministry. ഭയങ്കര ശുശ്രൂഷ. Great ministry. സ്വഭാവം നല്ലതല്ല. But not a good character. കാരണം ഇപ്പോഴും കൊർന്നല്യോസിന്റെ വീട്ടിൽ പുള്ളി പോവുകയില്ല. But now until now he would not go to the house of Cornelius. എന്നെ ആരും ആമേൻ പറയാൻ? Why you didn't say an amen? വേദപുസ്തകത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു. I'm only speaking from the word of God. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ നേടും. With one preaching he can gain 3000. ഇന്ന് നമ്മൾ 3000 പ്രാവശ്യം പ്രസംഗിച്ച ഒരെണ്ണത്തെ നേടാൻ പറ്റുന്നില്ല. Now if we preach 3000 messages we can gain one. നമ്മുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞ ഭയങ്കര ശുശ്രൂഷയുള്ളയാളാണ് പത്രോസ്. According to our side knowledge we say he has a great ministry. പക്ഷെ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയി പപ്സ് തിന്നത്തില്ല. But he would not go to the house of Cornelius and eat anything from his house. പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാല് പാസ്റ്റർ കേട്ടിട്ടുണ്ടായിരിക്കും, ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ മുട്ടൻ ഫാമിലിയാണ്. Pastor, you might have not known
യഹൂദന്റെ വീട്ടിലെ പോകുന്ന. A Jew will only go to the house of a Jew. യഹൂദന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കും. Only a Jew will eat from the house of a Jew. യഹൂദന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കും. Only a Jew will drink water from the house of a Jew. യേശു അത് പൊളിച്ചു. Jesus destroyed it. യേശു അതുകൊണ്ട് ശമരിയിൽ കൂടി പോകേണ്ടി വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. That's why it is written Jesus had to go through Samaria. കർത്താവിനറിയാം ഇവന്മാരൊക്കെ ഈ പള്ളി വെച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നതല്ലാതെ ഒരെണ്ണം ചൂടല്ലെന്ന് യേശുവിനറിയാം. Jesus knows that they only have the church and will do praise and worship, but none of them are right. കാരണം അവിടെ ചെന്ന പാടെ ശമരിയക്കാരോട് പറഞ്ഞ് കുടിക്കാൻ വെള്ളം വേണമെന്ന് യേശു. Immediately when he reached Samaria, he said, I need some water to drink. എന്ന് പറഞ്ഞാൽ ഒരു ശമരിയ സ്ത്രീയുടെ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിച്ചാൽ അരിയുന്ന കെട്ടേ ഉള്ള അവിടെ. There is only if you take a glass of water from a Samaritan woman and drink it, it's only the thing that bind bondages will come out. ദാഹിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൊടുക്കത്തില്ല. ശമരിയർക്കും പള്ളിയുണ്ട്, യഹൂദന്മാർക്കും പള്ളിയുണ്ട്. Even if you're thirsty, you would not even give a drink. Samaritans have their church, Jews have their own church too. നല്ല ശമരിയക്കാർ പറയും ഞങ്ങളെ ആ മലയിലാണ്. The Jews will say, we are on that mountain. ഞങ്ങൾ ആ മല മുഴുവൻ അങ്ങ് എടുത്തേക്കോ. We are taking completely that mountain. ഞങ്ങളെ അത്രയും പോകണ്ട, ഞങ്ങളുടെ ഇവിടെ. We do not have to go that far, but everything is here. രണ്ടു കൂട്ടർക്കും ആരാധന സ്ഥലമുണ്ട്. Both of them have worship places. രണ്ടു കൂട്ടർക്ക് ശുശ്രൂഷകളുണ്ട്. Both of them have ministries. അത്യാവശ്യത്തിന് എല്ലാ പ്രോഗ്രാമും ഉണ്ട്. And for every necessity, they have programs too. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൊടുക്കുക. But they would not have exchange of water there. ഈ ആത്മീയത സഹിക്കാവുന്നതാണെന്ന് പൗലോസ് ചോദിക്കുന്നത്. Paul is asking, can you tolerate these kind of spirituality? ഈ ആത്മീയതയ്ക്ക് ആരാണ് ആമേൻ പറയുന്നത്? For the spirituality, who is going to say an amen? Praise the Lord. Praise the Lord. ഞങ്ങളൊക്കെ പറയും ഞങ്ങളെ എന്റെ അമ്മ കോട്ടയംകാരി. For me, like I would say, my mother is from Kottayam. സബോറീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാനത് അധികപ്പറ്റേ പറയില്ല. ഞങ്ങള് കസിൻസ് ആണ്. ഞങ്ങൾ കോട്ടയംകാരാണ്. കോട്ടയം കാനമാണ് ഞങ്ങളുടെ സ്വദേശം. As Pastor Sabu is my cousin, we are from Kottayam, from Kanam. ഇന്ന് രക്ഷിക്കപ്പെട്ട ചിലരുടെ വാക്കുകൾ കേട്ടാല് Even today, born again people, they speak like this. ചിലവർക്ക് പാസ്റ്ററായിട്ടുണ്ടായിരിക്കും. കാനത്തെ നമ്മൾ അങ്ങോട്ട് ഇറക്കിറങ്ങി ചെല്ലുമ്പോൾ ഉള്ള ആ വലിയ കുറച്ച് വീടുകളുണ്ടല്ലോ, കുറച്ച് സുറിയാനി കുടുംബങ്ങളെ. അതാണ് ഞങ്ങളുടെ ഭാവി. We used to, Pastor, you know, when you go through Kanam, those big buildings and houses, those Syrian people, those are our family. അപ്പൊ ഈ സുറിയാനി പിശാച് എന്ന് പറഞ്ഞൊരു പിശാച്. There is a devil called a Syrian devil. ഇന്നും സഭയ്ക്കകത്ത് ഈ പുള്ളി പുറത്തു പോയി. Till now, he has not escaped out of the church. എന്റെ ചോദ്യം, ആ സഭയിൽ പരിശുദ്ധാത്മാവുണ്ടോ? My question is Holy Spirit in that church? ആത്മാവ് ഒന്നാണെന്ന് വിശ്വസിക്കുകയും You believe that there is only one Spirit? ജാതി പലതാണെന്ന് വിശ്വസിക്കുകയും You believe that there are many types of ചെയ്യുന്ന ഒരു കൂട്ടായ്മയിലും എന്റെ ദൈവം പ്രസാദിക്കുന്നില്ല. God is not pleased with all of those worships. ആമേൻ. Amen. ഞാൻ എവിടെയോ ഒരിടത്ത് ചോദിച്ചു, ഈ നമ്മളൊക്കെ പാരമ്പര്യം പറയുന്നത് നമ്മുടെയൊക്കെ ഒരു 25 അപ്പന്മാരുടെ പുറകിലുള്ള അപ്പന്റെ പേരാണെങ്കിലും അറിയാം. We boast about our generation. I would just like to know 25 fathers before. Who was our father? Do you know a name? അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേച്ചേ പോകും. If you know, please do come and see me before you leave. ഏത് കുടുംബചരിത്രവും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയോ, ഒരു 5 or 6 അപ്പന്മാരുടെ പേരെ ആ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. If you look at any family tree, you can only see like 5 or 6 fathers. നമുക്ക് അത്രേ അറിയാവൂ. We can only know up till then. എന്തായാലും 6 or 7 അപ്പനല്ലേ? Because only 6 or 7 fathers. ഇപ്പൊ 2014 ആകുമ്പോ 25 അപ്പനും അല്ല നമ്മുടെ പുറകിലുള്ളൂ. Now in this 2014, at least more than 25 forefathers. ഒരുപാട് അപ്പന്മാർ നമ്മുടെ പുറകിലുണ്ട്. There are many forefathers. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു അപ്പൻ നിൽക്കുന്നത്. Therefore, that's the reason one father is standing here. അപ്പൊ ഏറ്റവും ഒരു 25 അപ്പന്റെ പുറകിലുള്ള അപ്പന്റെ പേരെന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും? Is there any person that knows their forefather who's at least 25 forefathers before? ആർക്കും അറിയത്തില്ല. Nobody knows. ആരും അന്വേഷിച്ചിട്ടില്ല. Nobody has even taken time to know. അന്വേഷിക്കാത്തവര് വിവരമുള്ളവരാണ്. Because the people who do not take time to know about this are smart people. കാരണം ആര്യ ദ്രാവിഡ സംസ്കാരമുള്ള ഭാരതത്തിലാണ് നമ്മുടെയൊക്കെ ജനനവും വളർച്ചയും. You know, we have all our culture comes to the Dravidian culture.
culture. ആരും യഹൂദന്മാരായിട്ട് ആരും വന്നിട്ടില്ലല്ലോ. Nobody came as Jew here, right? അപ്പൊ 25 അപ്പന്മാരുടെ പുറകിൽ ഒരു അപ്പനുണ്ടെങ്കിൽ, If there is 25 forefathers before there is a father, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പുസ്തകമൊക്കെ വല്ലപ്പോഴും മേടിച്ചൊന്ന് വായിച്ചു നോക്കും. വേദപുസ്തകം മാത്രം വായിച്ച് ഇങ്ങനെ അലങ്കരിക്കാതെ, not only reading the Bible, take the Indian history and try to read it. 25 അപ്പന്റെ പുറകിലുള്ള അപ്പന്റെ പേര് തിരക്കാൻ ചിലപ്പോ കിറുമ്പൻ എന്നായിരിക്കും പുള്ളിയുടെ പേര്. Maybe the name that will not be something close to your name. ഈ കിറുമ്പന്റെ 25ാമത്തെ തലമുറയാണ് സ്കറിയ. And the 25th generation of this person is Scariah. ചിലർക്കൊന്ന് അന്വേഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് ഇന്ന് രാത്രിയിലത്തോടു കൂടെ അപ്പനെ അന്വേഷിച്ചുള്ള യാത്ര ചിലർ നിർത്തി. Some people need to know who that is, but from tonight onwards we are going to stop. പ്രിയരെ, ഉള്ള മാന്യത പോകാതിരിക്കണമെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച നമ്മൾ അനാവശ്യ കുടുംബ പാരമ്പര്യം പറയാതിരിക്കണമെന്ന് തന്നെയാ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് ഇന്ന് രാത്രി പ്രബോധിപ്പിക്കാനുള്ളത്. The word of God, I would like to admonish you to just be careful not talking about your genealogies. ക്രിസ്തു ക്രൂശിൽ ഇരുപക്ഷത്തെയും ഒന്നാക്കി. In cross he made both sides one. ഒന്നാക്കിയ സുവിശേഷമാ പത്രോസ് പ്രസംഗിക്കുന്നത്. That was the gospel that made one and Peter preached. പത്രോസിന്റെ പ്രസംഗ വിഷയം കൊള്ളാം. The topic of Peter's message is very good. പക്ഷെ പത്രോസ് ഇതുവരെ ഒന്നായിട്ടില്ല. But till now Peter has not become one. അപ്പൊ പ്രസംഗിക്കുന്ന വിഷയവും പ്രസംഗകരും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകണമെന്നില്ല. Maybe there might be no similarity between the preacher and the message. മണിക്കൂറുകൾ നിന്ന് നമുക്ക് ആരാധിക്കാം, എന്നാൽ നമ്മുടെ ആരാധനയും വിശുദ്ധനായ ദൈവവും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല. Maybe we can worship for hours, but we might have no relationship with our Lord. കാരണം എന്റെ ദൈവം വ്യവസ്ഥകളുടെ ദൈവമാണ്. Because my God is a God of covenants. വേറൊരു ഉപദേശം പൊറുത്തുകൊള്ളുന്നത് ആശ്ചര്യം. He says, I marvel if you take another gospel. ആത്മീയ ഗോളത്തിലെ വിവേചനവും വർഗീയതയും വിഭാഗീയതയും തകർന്ന് ജനം ഒറ്റക്കെട്ടായി വരണമെന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ആ വ്യവസ്ഥയിലേക്ക് സഭ വരുന്നത് വരെ ഒരു ഉണർവ് സ്വപ്നം കാണരുത്. With the division and the racism in church, till that comes to an end, nothing is going to be accomplished in churches. 25 കുടുംബം ഒരു സഭയിലുണ്ടെങ്കിൽ അവർ ക്രിസ്തുവിൽ ഒന്നാണെന്ന തത്വത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവസഭകൾ വരണം. Church needs to come into a knowledge of understanding. If there is 25 families in a church, they all are one. ഒരാൾ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുമ്പോ നമ്മൾ ആരും നോക്കി നിന്ന് വിമർശിക്കാൻ നിൽക്കരുത്. അവരോടൊപ്പം ചാടാൻ കഴിയില്ലെങ്കിലും അതരം തുറന്ന് അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കണം. We can see people jumping and dancing, but it is easy to criticize. But if we cannot jump or dance like them, at least we can open our mouth and praise God. നിർമ്മല കന്യകയെ വഷളാക്കുന്ന ഘടകങ്ങൾ പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നു. Paul is talking about things that would corrupt the pure word